ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, ഈ വീടിന് തൊട്ടടുത്തുള്ള കിണറാണോ? അതിന് ഈ സംരക്ഷണ ഭിത്തി, മതിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണോ ലഭ്യമാകുന്ന വിവരം ഉമേഷ്? വീടിന് തൊട്ട് പിറകിലാണ് കിണർ സ്ഥിതി ചെയ്തിരുന്നത്. വീടിനോട് ചേർന്നെന്ന് വേണമെങ്കിൽ പറയാം. വീടിനോട് ചുവരുകളോട് തൊട്ട് പിറകിലായിട്ടാണ് ഈ കിണർ ഉണ്ടായിരുന്നത്. സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നു. അതിന് പക്ഷേ പൊക്കം കുറവായിരുന്നു. ഒരുപക്ഷെ അപകടത്തിൽ കുട്ടി ആ കിണറ്റിലേക്ക് വീണതാണോ എന്നുള്ളത് പ്രാഥമിക നിഗമനം മാത്രമാണ്. ഇതിൽ മറ്റേ ദുരൂഹതകളുണ്ടോ തുടങ്ങിയവയെല്ലാം ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ്, കാരണം അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉറങ്ങിക്കിടന്നതാണ് കുട്ടി. അതിനിടയിലാണ് അമ്മ പുറത്തേക്ക് പുലർച്ചെ രാവിലെ പുറത്തേക്ക് പോയത്. ഈ സമയത്താണ് തിരിച്ചു വരുമ്പോൾ കുട്ടിയെ കാണാനില്ലായിരുന്നു. ഇതാണ് സംഭവിച്ചത്. ഇതാണ് പ്രാഥമികമായി സംഭവിച്ചത്. ഈ അച്ഛനും അമ്മയ്ക്കും അറിയാവുന്ന കാര്യവും ഇതാണ്. അതിനുശേഷം കണ്ടെടുക്കുന്നത് കുട്ടിയെ ഈ കിണറ്റിൽ നിന്ന് അല്പം മുൻപാണ്, ഏറ്റവും തൊട്ട് മുൻപാണ് ഈ കുട്ടിയുടെ മൃതദേഹം ആണ് കണ്ടെടുത്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്, തുടർ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ ദുരൂഹതയുണ്ടോ എന്നുള്ളതല്ല. എന്തായാലും ദേവേന്ദു എന്ന 2 വയസ്സുകാരിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അതും വീടിനോട് ചേർന്നുള്ള തൊട്ടുപിറകിലുള്ള കിണറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വീടിനോട് സമീപത്ത്, അതായത് ഏറ്റവും പിറകിലുള്ള വാതിലിനോട് ചേർന്ന് തന്നെയായിരുന്നു ഇവർ കിടന്നുറങ്ങിയിരുന്നത്. ഈ വാതിൽ അടച്ചിരുന്നില്ല. അമ്മ പുറത്തേക്ക് പോയപ്പോൾ വാതിൽ അടച്ചിരുന്നില്ല എന്നാണ് അമ്മ നാട്ടുകാരോടും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ മറ്റാരെങ്കിലും പുറത്തുനിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ ഒരു ദാരുണമായ സംഭവം, കുട്ടി തൊട്ടടുത്ത് തന്നെ കിണറ്റിൽ വീണ നിലയിലായിരുന്നു. കിണറ്റിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇനി തുടർ അന്വേഷണങ്ങളിലൂടെ മാത്രമേ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്തു വരികയുള്ളൂ. എന്തായാലും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. 2 വയസ്സുകാരി ദേവേന്ദു വീടിനോട് ചേർന്ന് തൊട്ട് സമീപത്തെ കിണറ്റിൽ വീണ നിലയിലാണ് കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തിയാണ് ഈ മൃതദേഹം പുറത്തെടുത്തത്. ഉമേഷ്, ഈ പോലീസും ഫയർഫോഴ്സ് സംഘവും ഒക്കെ അവിടെ ഉണ്ടല്ലോ. ഈ പ്രാഥമികമായി പോലീസിന് എന്ത് നിഗമനത്തിലാണുള്ളത് ഉമേഷ്? അത്തരമൊരു നിഗമനത്തിലേക്ക് പോലീസ് നിലവിൽ എത്തിയിട്ടില്ല. നിലവിൽ വീട്ടുകാർ നൽകിയ മൊഴിയും അതേ തുടർന്ന് വീട്ടുകാർ പോലീസ് ഈ പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് ഫയർഫോഴ്സിന് ഈ കിണറ്റിലേക്ക് വീഴാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയം പോലീസ് ഉന്നയിക്കുന്നത്. അപ്പോഴാണ് വീട്ടുകാർക്കും അത്തരമൊരു സംശയം അത്തരമൊരു ചിന്ത വീട്ടുകാർക്കും പോയത് അപ്പോഴാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയും ഫയർഫോഴ്സ് ഉടൻ പരിശോധന നടത്തുകയും ചെയ്തത്. കാരണം വീടിനോട് വീട്ടിന്റെ ചുവരുകളോട് ചേർന്നാണ് ഈ കിണറുള്ളത്. അവിടെ ആദ്യം വീട്ടുകാർ അത്തരമൊരു പരിശോധന നടത്താതെ തൊട്ട് സമീപ പ്രദേശങ്ങളിലുമെല്ലാം ആണ് അന്വേഷിച്ച് പിന്നാലെ തന്നെ നാട്ടുകാർ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പ്രദേശത്തോ മറ്റോ പുറത്തിറങ്ങി നടന്നു പോയിട്ടുണ്ടാകുമോ എന്നെല്ലാമാണ് വീട്ടുകാർ ആദ്യം പേടിച്ചതും സംശയിച്ചതുമെല്ലാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൊട്ട് സമീപത്തും ഈ വീടിന് പരിസരത്തുള്ള വീടുകളിലേക്കും മറ്റുമെല്ലാം അന്വേഷണം പോയത്. അതിനുശേഷമാണ് പോലീസ് സ്ഥലത്തെത്തി ആദ്യ പരിശോധനയിലാണ് പറഞ്ഞത് ഇത്തരത്തിൽ കിണറ്റിൽ ഉണ്ടോ എന്നൊരു സംശയം പറഞ്ഞത്. അതിനുശേഷം ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് എത്തി നേരിട്ട് താഴേക്ക് ഇറങ്ങി കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഇതിൽ പ്രാഥമിക നിഗമനം അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് മറ്റൊന്നും പോലീസിനും ഇതുവരെ എത്താനുള്ള സമയമായിട്ടില്ല. വളരെ ചുരുങ്ങിയ സമയമാണ്, ഏകദേശം 1.5 മണിക്കൂറോളം ആയിട്ടേ ആയുള്ളൂ കുഞ്ഞിനെ കാണാതായിട്ട് വീട്ടിൽ നിന്ന്. അതിനുശേഷം കുഞ്ഞിനെ അല്പം മുൻപ് ആണ് മൃതദേഹം തന്നെ പുറത്തേക്ക് എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ വീട്ടുകാർ പുറത്തേക്ക് തൊട്ടടുത്ത വീട്ടിലേക്ക് മറ്റോ ഇറങ്ങി പോയതാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സംശയം മാത്രമേ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ സാഹചര്യത്തിലാണ് തൊട്ടടുത്ത വീടുകളിലും മറ്റുമെല്ലാം പരിശോധിക്കുകയും നാട്ടുകാരെല്ലാം ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരെല്ലാം ഓടിയെത്തുകയും ആ പ്രദേശത്തുള്ള പരിശോധനകളെല്ലാം വ്യാപകമാക്കുകയും ചെയ്തത്. ഇതിനിടയിൽ പോലീസ് എത്തിയാണ് ഇത്തരമൊരു ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് എത്തി ഈ കിണറ്റിൽ, കാരണം തൊട്ട് സമീപത്തെ വീടിനോട് ചേർന്നാണ് ഈ കിണറിന്റെ സ്ഥാനം, ആ ഒരു സംശയം ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് അവിടേക്ക് കിണറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് അറിയുകയും ഫയർഫോഴ്സിനെ വിളിക്കുകയും ചെയ്തത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസും പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. വീട്ടുകാർ പറയുന്നത് പ്രകാരം അമ്മ പുറത്തേക്ക് ഇറങ്ങി ആ കിണറ്റിന് സമീപത്തേക്കാണ് പോയത്. ഈ സമയത്ത് ഒരു പക്ഷേ കുഞ്ഞ് ഇവർക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിനുശേഷം ഈ അമ്മ പോകുന്നത് കണ്ട് കുഞ്ഞും കൂടെ നടന്നു പോയി. അമ്മ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാതെ നടന്ന അപകടമാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതൊന്നും നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ പ്രാഥമിക നിഗമനത്തിലേക്കോ എത്താൻ സമയമായിട്ടില്ല. പ്രാഥമികമായി അത്തരത്തിൽ
പോലീസിന് വളരെ പെട്ടെന്ന്, കാരണം കുട്ടിയെ കാണാതായി തൊട്ട് പിന്നാലെ തന്നെ പോലീസും ഫയർഫോഴ്സും എത്തുകയും കുട്ടിയുടെ മൃതദേഹമാണ് പുറത്തെടുക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ആ കുടുംബത്തിന് പോലും ചിന്തിക്കാൻ, അത് ഉൾക്കൊള്ളാൻ ഉള്ള സമയം പോലും ആയിട്ടില്ല. അത്തരത്തിൽ കുട്ടിയെ കാണാനില്ല എന്ന് പോലും ചിന്തിക്കാനുള്ള സമയമാകുന്നതിന് മുൻപ് കുട്ടിയുടെ മൃതദേഹം കിണറ്റിൽ നിന്നും വീടിന് പിറകിലുള്ള കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഇനി തുടർ പരിശോധനകൾ, വൈദ്യപരിശോധനയും മറ്റും എല്ലാം മൊഴിയെല്ലാം എടുത്തതിന് ശേഷം മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അന്വേഷണം വേണമോ എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്താൻ കഴിയും. നിലവിൽ എന്തായാലും ഇപ്പോൾ അറിയാവുന്ന ഇപ്പോൾ പോലീസും വളരെ പെട്ടെന്ന്, കാരണം ഫയർഫോഴ്സിനെ വിളിച്ച് തൊട്ടു പിന്നാലെ ഫയർഫോഴ്സ് എത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെ നേരെ കിണറ്റിലേക്ക് ഇറങ്ങുകയും പരിശോധിക്കുകയും കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് കിണറ്റിൽ നിന്ന് തന്നെ കണ്ടെത്തുകയുമാണ് ഉണ്ടായത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം, ദാരുണമായ സാഹചര്യം. ഇനി തുടർ വൈദ്യപരിശോധനകളെല്ലാം ഉടൻ ഉണ്ടാകും. അതിൽ നിന്ന് തന്നെ പ്രാഥമികമായ ഒരു നിഗമനം പോലീസിനുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ബാലരാമപുരം കൂട്ടുകാൽ കോണത്താണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയാണ് ആദ്യം വന്നത്. തൊട്ടുപിന്നാലെ പോലീസ് എത്തുന്നു, ഫയർഫോഴ്സ് സംഘവും എത്തുന്നു. വീടിന് തൊട്ടടുത്ത് ഒരു കിണറുണ്ടായിരുന്നു. അവിടെ നടത്തിയ തിരച്ചിലാണ് ഈ 2 വയസ്സുകാരി ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുരുന്നാണ് രാവിലെ കാണാതായി എന്നാണ് അവർ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് എത്തി തിരച്ചിൽ നടത്തുന്നതും ഫയർഫോഴ്സ് സംഘമെത്തി കിണറ്റിൽ പരിശോധന നടത്തിയതും. അപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കുഞ്ഞെങ്ങനെ ഈ കിണറ്റിൽ വീണു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ 2 മണിക്കൂർ മാത്രമേ ആകുന്നുള്ളൂ ഈ സംഭവം ഉണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. പോലീസിന് കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ട്. വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തിയതും ഈ തിരച്ചിൽ നടത്തിയതും. അവർ നൽകിയ മൊഴി മാത്രമേ ഇപ്പോൾ പോലീസിന് മുൻപിലുള്ളൂ. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാതായി എന്നാണ് അവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന. ബാലരാമപുരം പോലീസാണ് അവിടെ എത്തി പരിശോധന നടത്തിയത്. തൊട്ടു പിന്നാലെ ഫയർഫോഴ്സ് സംഘം എത്തുകയായിരുന്നു. കുഞ്ഞ് ആ കിണറ്റിൽ വീണുപോയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഉയരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കിണറ്റിൽ പരിശോധന നടത്തുന്നു ഫയർഫോഴ്സ് സംഘം. അപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ ദുരൂഹത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഇനി വ്യക്തമാകേണ്ടതുണ്ട്. പോലീസ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. വീട്ടുകാരുടെ മൊഴി മാത്രമേ ഇപ്പോൾ പോലീസിന് മുൻപിലുള്ളൂ. പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. രാവിലെ അമ്മ എഴുന്നേറ്റ് വീട്ടുപണിക്കായി അവിടെ നിന്ന് മാറിയിരുന്നു. അതിന് പിന്നാലെ കുഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും നീങ്ങിയോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും അതിന് പിന്നാലെയാണ് കുഞ്ഞിനെ കാണാതായത് എന്നുള്ള മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പ്രാഥമിക പരിശോധന. ബാലരാമപുരം പോലീസ് അവിടെ എത്തിയപ്പോൾ അവരുടെ അന്വേഷണം തുടരുകയാണ്.